മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരം വക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ജനജീവിതത്തെയും പിള്ളമാരും മാടമ്പിമാരും ഒക്കെയായിരുന്നു അവരൊരു പ്രബല ശക്തിയായിരുന്നു. രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരൊക്കെ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലുണ്ടായിരുന്ന ആൾക്കാരാണ്. ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക ഇങ്ങനെ 4 തിരിച്ചിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് മല്ലൻ ശങ്കരനാണ്. അതുപോലെ തന്നെ ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൾ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ ഒരു തഹസിൽദാർ പോലത്തെ ഒരു സിസ്റ്റമായിരുന്നു. അപ്പോൾ ഇതെല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിൻ്റെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കുവാനുള്ള പ്രമേയം പാസാക്കി. കെ. കേളപ്പൻ്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യകേരളം സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. 1949 ജൂലൈ 1 തിരുകൊച്ചി സംയോജനം നടന്നത്. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ ഒരു രാഷ്ട്രീയ സമ്മേളനം നടന്നു. ഇതിൽ കേരളത്തിന് ഒരു പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി. 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ കെ. കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഐക്യകേരള സമ്മേളനം നടന്നു. കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യകേരള സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അനുകൂലമായിട്ട് സംസാരിച്ചു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായിട്ട് ഐൻ ഐ അക്ബറി നികുതിയുടെ തത്വങ്ങൾ വിശദീകരിക്കുന്നു. അക്ബറിൻ്റെ മന്ത്രിസഭയിൽ 4 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വക്കീൽ പ്രധാനമന്ത്രി, വസീർ ധനമന്ത്രി, മിർ ബക്ഷി കരസേനയുടെയും ഭരണത്തിൻ്റെയും ചുമതലയുള്ള മന്ത്രി, സദർ ഉസ് സുഹൂർ മതത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും ചുമതല. മതപരവും ജുഡീഷ്യറിയും ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനികാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പാണ് നിയന്ത്രിക്കുകയും പണം നൽകുകയും ചെയ്യുന്നത്. ഈ 3 പ്രസ്താവനകളുമാണ് മുഗൾ ഭരണകാലഘട്ടവുമായി ബന്ധപ്പെട്ട് ശരി. ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായിട്ട് ഐൻ ഐ അക്ബറി നികുതിയുടെ തത്വങ്ങൾ വിശദീകരിക്കുന്നു. നികുതിയുടെ തത്വങ്ങൾ വിശദീകരിച്ചത് ഐൻ ഐ അക്ബറി. അക്ബറിൻ്റെ മന്ത്രിസഭയിൽ 4 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി, വക്കീൽ, ധനമന്ത്രി, വസീർ, കരസേനയുടെയും ഭരണത്തിൻ്റെയും ചുമതല മിർ ബക്ഷി, മതത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും സദർ ഉസ് സുഹൂർ. പ്രധാനമന്ത്രി, വക്കീൽ, ധനമന്ത്രി, വസീർ, കരസേനാ ഭരണത്തിൻ്റെ ചുമതല മിർ ബക്ഷി, മതത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും സദർ ഉസ് സുഹൂർ. മതപരവും ജുഡീഷ്യറിയിലും ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനികാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പാണ് നിയന്ത്രിക്കുകയും പണം നൽകുകയും ചെയ്തുകൊണ്ടിരുന്നത്. സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. പരിവ്രാജക കാലത്ത്, അതായത് അലഞ്ഞു തിരിഞ്ഞിരുന്ന കാലത്ത് വിവേകാനന്ദനെ വേട്ടയാടിയ ഒരു ആശയം വേദാന്തം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ രൂപത്തിൽ ഇന്ത്യയിൽ വന്ന വെല്ലുവിളികളെ പൂർണ്ണമായി നേരിടാൻ റാം മോഹൻ റോയ് ഉണ്ടായിരുന്നു. കൂടാതെ ഒരു പുതിയ തത്വചിന്തയുടെ ആവശ്യകത ശക്തമായി തോന്നി. ഇന്ത്യയാണെങ്കിൽ യഥാർത്ഥ ആത്മീയ പൈതൃകം ത്യജിക്കാതെ പടിഞ്ഞാറ് നിന്ന് ഇറക്കുമതി ചെയ്ത ആധുനികതയെ സ്വാംശീകരിക്കുകയും ചെയ്തു. പ്രാർത്ഥനാ സമാജം അനുയായികൾ
അവരുടെ ശ്രദ്ധ പ്രധാനമായും സാമൂഹിക പരിഷ്കരണത്തിനാണ് അർപ്പിച്ചത്. പരസ്പര വിവാഹം തമ്മിലുള്ള ബന്ധം, വിധവകളുടെ പുനർവിവാഹം, സ്ത്രീകളുടെയും അധസ്ഥിത വിഭാഗങ്ങളുടെയും പുരോഗതി, ഇന്ത്യയുടെ പുരാതന ആദർശങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പുനരുജ്ജീവനവും പുനരവലോകനവും മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ആനി ബസന്റ് വിശ്വസിച്ചു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അലഞ്ഞു തിരിഞ്ഞിരുന്ന കാലത്ത് വിവേകാനന്ദൻ വേട്ടയാടിയ ആശയം വേദാന്തം എങ്ങനെ പ്രായോഗികമാക്കാം എന്നായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ പുരാതനമായ ആദർശങ്ങളും സ്ഥാപനങ്ങളും പുനരുജ്ജീവിപ്പിക്കുകയും പുനരവലോകനം ചെയ്യുകയും അതുവഴി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ആനി ബസന്റ് വിശ്വസിച്ചിരുന്നത്. പ്രാർത്ഥനാ സമാജമാണെങ്കിൽ അവർ കൂടുതൽ മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും അധസ്ഥിത വിഭാഗങ്ങളുടെയും പുരോഗതിയൊക്കെയാണ് ലക്ഷ്യമിട്ടിരുന്നത്. അതുപോലെ രാംമോഹൻ റോയ് പാശ്ചാത്യ നാഗരികതയുടെ രൂപത്തിൽ വന്ന വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ട് ആയിരുന്നു കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. പുതിയ തത്വചിന്തയുടെ ആവശ്യകതയിൽ അദ്ദേഹം ശക്തമായി വിശ്വസിച്ചിരുന്നു. ഇന്ത്യയിലാണെങ്കിൽ യഥാർത്ഥ ആത്മീയ പൈതൃകം ത്യജിക്കാതെ, അതായത് വെസ്റ്റേൺ സൈഡിൽ നിന്ന് വന്ന ആധുനികതയെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്വാംശീകരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. തീവ്രവാദത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു. സമകാലിക രാഷ്ട്ര സ്വാധീനം. തീവ്രവാദത്തിൻ്റെ ഉയർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു, സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. ഡ്യുവൽ ഗവൺമെൻറ് എന്ന് വിളിക്കുന്ന ഭരണ സംവിധാനമാണ് ബ്രിട്ടീഷുകാരുടെ ആദ്യ കൂട്ടുകെട്ട്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 സർ എലീജ ഇംപെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതി സ്ഥാപിതമായി. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പ്രധാനമായും ലണ്ടനിലെ കമ്പനികളുടെ ഹോം ഗവൺമെൻറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1813 ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് സ്വതന്ത്രമായുള്ള വ്യാപാരത്തിൻ്റെ കുത്തക നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാരത്തിൻ്റെയും തേയില വ്യാപാരത്തിൻ്റെയും കുത്തക തുടർന്നു. അപ്പോൾ ആദ്യം നമ്മൾ ആക്ടുകളുടെ വർഷം പഠിക്കേണ്ടതുണ്ട്. റെഗുലേറ്റിംഗ് ആക്ട് വന്നത് 1774. റെഗുലേറ്റിംഗ് ആക്ട് 1774. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ചാർട്ടർ ആക്ട് 1813. ചാർട്ടർ ആക്ട് 1813. ഇന്ത്യയിൽ ഡ്യുവൽ ഗവൺമെൻറ് സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നൊരു സിസ്റ്റമാണ്. റെഗുലേറ്റിംഗ് ആക്ട് 1774 4 വഴിയാണ് ആദ്യമായിട്ടൊരു സുപ്രീം കോടതി സ്ഥാപിതമായത്. അതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് എലീജ ഇംബെയാണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പ്രധാനമായും ലണ്ടനിലെ കമ്പനിയുടെ ഹോം ഗവൺമെൻറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊതുവായ ഭരണത്തിൽ മാറ്റം കൊണ്ടുവന്നത്. അതായത് ലണ്ടനിൽ തന്നെ അതിന് മാറ്റം കൊണ്ടുവന്ന ആക്റ്റാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഇനി ചാർട്ടർ ആക്ട് 1813. ഇവിടെ കമ്പനിയുടെ കുത്തക നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാര ബന്ധത്തിലും തേയില വ്യാപാരത്തിലും ആ കുത്തക തുടർന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ. പുനഃസജ്ജീകരണവും പ്രീണനവും, മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം, മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ: പുനഃസജ്ജീകരണവും പ്രീണനവും, മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം, മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും. ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ: ബംഗാൾ വിഭജനം, വിഭജിച്ച് ഭരിക്കുന്ന നയം, പത്രങ്ങളും ആനുകാലികങ്ങളും, ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് വിവാദവും, യുദ്ധത്തിന് മുൻപുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ: ബംഗാൾ വിഭജനം, വിഭജിച്ച് ഭരിക്കുക എന്ന നയം, പത്രങ്ങൾ, ആനുകാലികങ്ങൾ, ബ്രിട്ടീഷ് നയം, ഇൽബർട്ട് വിവാദം, യുദ്ധത്തിന് മുൻപുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യസമര സേനാനി മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് ചെറുപ്ലശ്ശേരി. താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? അക്കാമ ചെറിയാൻ.
ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ എന്നിവർ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നു. താഴെ പറയുന്നവയിൽ ഏത് വൈസ്രോയിയാണ് ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ലോർഡ് റിപ്പൺ. ഇൽബർട്ട് ബിൽ ലോർഡ് റിപ്പൺ. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ഡച്ചുകാർ. ഡച്ചുകാർ കൊച്ചി പിടിച്ചടക്കിയത് 1663. 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയ. ആരാണ് നിയമങ്ങളുടെ ആത്മാവ് ദി സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതിയത്? മൊണ്ടസ്ക്യൂ. ദി സ്പിരിറ്റ് ഓഫ് ലോസ്, മൊണ്ടസ്ക്യൂ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയത് ഏത് ഉടമ്പടിയുടെ പേരിലാണ്? ബ്രസ്റ്റ് ലിറ്റോസ്ക് ഉടമ്പടി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേര് ബ്രസ്റ്റ് ലിറ്റോസ്ക് ഉടമ്പടി. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. 1909 ഗാന്ധിജി എഴുതിയ പുസ്തകം ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജിന്റെ വർഷം 1909. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ് ടി കെ മാധവൻ. ടി കെ മാധവൻ ഗാന്ധിജിയെ കണ്ടത് 1921 തിരുനെൽവേലിയിൽ വെച്ച്. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ പോരാടിയ വ്യക്തിയാണ് ടി കെ മാധവൻ. താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ടെറൈൻ യുദ്ധം 1191, ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526, വാണ്ടിവാഷ് യുദ്ധം 1760. സോ ടെറൈൻ യുദ്ധം 1191, ടെറൈൻ യുദ്ധം 1191, ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526, ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526, വാണ്ടിവാഷ് യുദ്ധം 1760. ഇത് മേ ബി അതൊരു ഈ യുദ്ധം നടന്ന കാലക്രമത്തിൽ എഴുതാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം, സെക്കൻഡ് ടെറൈൻ യുദ്ധം, തേർഡ് വാണ്ടിവാഷ് യുദ്ധം. താഴെ പറയുന്നത് കാലഗണന പ്രകാരം എഴുതുക. ബംഗാൾ വിഭജനം, ലക്നൗ ഉടമ്പടി, റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി. സോ ബംഗാൾ വിഭജനം, അത് കഴിഞ്ഞിട്ട് ലക്നൗ ഉടമ്പടി, റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി. ബംഗാൾ വിഭജനം, ലക്നൗ ഉടമ്പടി, റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി. ചേരുംപടി ചേർക്കുക. 1773 റെഗുലേറ്റിംഗ് ആക്ട് വാറൻ ഹേസ്റ്റിങ്സ്. സബ്സിഡറി അലയൻസ് സിസ്റ്റം വെല്ലസ്ലി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് മേയോ. ഓഗസ്റ്റ് ഓഫർ ലിൻലിത്കോ. സോ 1773 റെഗുലേറ്റിംഗ് ആക്ട് വാറൻ ഹേസ്റ്റിങ്സ്, സബ്സിഡറി അലയൻസ് സിസ്റ്റം വെല്ലസ്ലി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് മേയോ, ഓഗസ്റ്റ് ഓഫ് ലിൻലിത്കോ. വാർസോ ഉടമ്പടി നിലവിൽ വന്നത് 1955. വാർസോ ഉടമ്പടി 1955. ചേരുംപടി ചേർക്കുക. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, സ്ത്രീ വിദ്യാപോഷിണി, ശ്രീനാരായണ ഗുരു, ദൈവദശകം, ചട്ടമ്പിസ്വാമി അദ്വൈത ചിന്താ പദ്ധതി, കെ പി കറുപ്പൻ ആചാരഭൂഷണം. കെ പി കറുപ്പൻ ആചാരഭൂഷണം, ചട്ടമ്പിസ്വാമി അദ്വൈത ചിന്താ പദ്ധതി, ശ്രീനാരായണ ഗുരു ദൈവദശകം, ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, സ്ത്രീ വിദ്യാ പോഷിണി. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണനാക്രമം ഏതാണ്? ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി, വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം, കുറിച്യ ലഹള. ആറ്റിങ്ങൽ ലഹള, ശ്രീരംഗപട്ടണം ഉടമ്പടി, വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം, കുറിച്യ ലഹള. ചേരുംപടി ചേർക്കുക. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ, റഹനുമായി മസ്തായൻ സഭ നവറോജി ഫർഡോൻജി, ധർമ്മസഭ രാധാകാന്ത് ദേവ്, സേവാ സദൻ ബി എം മലബാറി. ഇത് നമുക്ക് എല്ലാ ഓപ്ഷൻസും അറിയില്ലെങ്കിലും തത്വബോധിനി സഭ നമുക്കറിയാം ദേവേന്ദ്രനാഥ ടാഗോറാണ്. അതുപോലെ തന്നെ സേവാ സദന് ബി എം മലബാറി, ധർമ്മസഭ രാധാകാന്ത ദേവ്.
അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംഭവങ്ങൾ ഏതെല്ലാം? ബോസ്റ്റൺ ടീ പാർട്ടി, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രിവൻസസ്. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് ബോസ്റ്റൺ ടീ പാർട്ടി, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രിവൻസസ്. മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ തലവനായത് രാജകൊട്ടാരം. ഖാൻ ഇ സമൻ രാജകൊട്ടാരം. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അവർ ജാതീയ വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചതാര്? എ വി കുഞ്ഞമ്പു. എ വി കുഞ്ഞമ്പു ആണ് അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത്. 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, ടി.സി. കൊച്ചുകുട്ടിയമ്മ. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരം, ജയലക്ഷ്മി. ക്ഷേത്രപ്രവേശന പരിപാടി, പി.എം. കമലാവതി. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. ബംഗാൾ പ്രവിശ്യ വിഭജിക്കുവാനുള്ള ഉത്തരവ് കേഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളത് ആയിരുന്നു. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കുവാനുള്ള ശ്രമമായി അതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല എന്ന പ്രസ്താവന തെറ്റാണ്. 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനം പരിശോധിക്കുവാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. 3 പ്രസ്താവനകളും ശരിയാണ്. ദസല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആര്? അക്ബർ. താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ ആയി പ്രതിനിധീകരിക്കുന്നത്? ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ഐക്യരാഷ്ട്രസഭ. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1. ദേശീയ പരമാധികാരമെന്ന അവകാശവാദമാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. സ്വയം പ്രതിരോധം അല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790-ൽ ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. 2 പ്രസ്താവനകളും ശരിയാണ്. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവം. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം ഏത് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റഷ്യൻ വിപ്ലവം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തന്ത്രത്തിന്റെ 3 തൂണുകൾ ഏവ? അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തത്വത്തിന്റെ 3 തൂണുകൾ അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പിസ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? ഓപ്ഷൻ സി 2 മാത്രം. പ്രാചീന മലയാളം, ആദിഭാഷ. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? ഓപ്ഷൻ ബി ആനി ബസന്റ്.
ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? ഓപ്ഷൻ എ വിക്രം മിശ്രി. 1904 ഗാന്ധിജി ഡർബനിൽ നിന്ന് ആരംഭിച്ച പത്രം ഏത്? ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി 1773. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776. പാരീസ് ഉടമ്പടി 1783. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായതെപ്പോൾ? ഓപ്ഷൻ എ 1945 ഒക്ടോബർ 30. പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ സുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ കാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരി? കെ പി വള്ളോൻ, പുലയ മഹാസഭ, അയ്യാ വൈകുണ്ഠൻ, ഉച്ചിപ്പതിപ്പ്, സി പി അച്യുതമേനോൻ, വിദ്യാവിനോദിനി. സോ കെ പി വള്ളോൻ, പുലയ മഹാസഭ, അയ്യാ വൈകുണ്ഠൻ, ഉച്ചിപ്പതിപ്പ്, സി പി അച്യുതമേനോൻ, വിദ്യാവിനോദിനി. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? ഉൽഗുലാൻ മൂവ്മെന്റ്, സഫാഹാർ മൂവ്മെന്റ്, കാജ നാഗ റിബലിയോൺ. ഇത് 3ഉം ഒരേ വിഭാഗത്തിൽ പെടുന്നതാണ്. ഗദർ മൂവ്മെന്റ് മാത്രമാണ് ഒരേ വിഭാഗത്തിൽ പെടാതെ വരുന്നത്. ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ: ചിപ്കോ മൂവ്മെന്റ് സർവോദയ മൂവ്മെന്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു. ചിപ്കോ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരാദേവി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന: ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി, ബംഗാൾ. നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര, ബംഗാൾ. ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ, ബംഗാൾ. താഴെ പറയുന്നവയിൽ ഏതു പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്? ഓപ്ഷൻ ബി രണ്ടാമത്തതാണ് ശരി. സിയോണിസ്റ്റ് പ്രസ്ഥാനം. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിവ? ഓപ്ഷൻ സി മുസോളിനി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് പതിറ്റുപത്ത്. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയവലി ചരിതമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂഷക വംശ മഹാകാവ്യം. പരസ്പര ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2, 4 എന്നിവ തെറ്റാണ്. വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921, പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ 1946. താഴെ പറയുന്നവയിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്: പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2-ാം തീയതി സത്യാഗ്രഹം അവസാനിച്ചു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. 1939 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. 1922 ബർദോളി സത്യാഗ്രഹം 1928. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, ലോങ് മാർച്ച്, ജപ്പാന്റെ ചൈന ആക്രമണം, മഹത്തായ സാംസ്കാരിക വിപ്ലവം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത്: 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളുണ്ടായിരുന്നു. മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. കാൺപൂർ നാനാ സാഹിബ്. ആറ കൺവർ സിംഗ്. ഡൽഹി ബഹദൂർ ഷാ. ബറൗട്ട് ഷാ മഹൽ.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ്. ഓപ്ഷൻ സി 1ഉം 3ഉം തെറ്റാണ്. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1-ാം തീയതി പ്രവർത്തനം ആരംഭിച്ചു. ചേരുംപടി ചേർക്കുക. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത്. ആറ്റിങ്ങൽ കലാപം. തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ബംഗാൾ. 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യസമരവുമായി ബന്ധമില്ലാത്ത നേതാക്കൾ. സിദ്ധു കാനു. ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? മൈക്കൽ ഏഞ്ചലോ. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. രാമചന്ദ്ര ഗുഹ. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ. വില്യം 3, മേരി 2. യൂറോപ്പിലുണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ തുടർച്ചയായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അവ നടന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. സന്യാസി കലാപം, വേലുത്തമ്പിയുടെ കലാപം, സന്താൾ കലാപം, ശിപായി ലഹള. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത്. ഓപ്ഷൻ സി ആണ്. സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചതും പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചതും തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചതും ആയില്യം തിരുനാൾ മഹാരാജാവാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏവ? ഓപ്ഷൻ ബി ആണ് ആൻസർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തത്. ജപ്പാൻ, ജർമ്മനി. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ. മൂഷക രാജവംശം, ആഴി രാജവംശം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്താവനകൾ. കുമിങ്ടാങ് പാർട്ടി, ഫലാങ് പാർട്ടി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ. റൂസോ. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിപ്പിച്ചത്? ആയില്യം തിരുനാൾ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം. 1917. 1857-ലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. 1ഉം 3ഉം തെറ്റാണ്. ഡൽഹിയിൽ വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടായിരുന്നു. ശരിയാണ്. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. വെല്ലസ്ലി പ്രഭു. കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിന്റെ 100-ാം വാർഷികമാണ് 2024-ൽ ആഘോഷിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ കാവേരി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857-ലെ കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കൾ ആരെല്ലാം? സിന്ധു കാനു. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ്. വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി. ജഹാംഗീർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1940-ലെ ആഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക എന്നത് തെറ്റാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുക. ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവി നൽകുക. ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? 3 പ്രസ്താവനയും ശരിയാണ്. ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക.
ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരരംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനമെടുത്തത്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? ഓപ്ഷൻ 2, 3, 4 ആണ് ശരി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, ലോങ് മാർച്ചിന്റെ നേതാവ് 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായി സ്ഥാനമേറ്റു. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കുവാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപത്തിന് കാരണമായി. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനകാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം എന്ന കൃതി എഴുതിയത് ഉർവശി ഭൂട്ടാലിയ.